നമ്മുടെ തൊട്ടടുത്തുള്ള പ്രകൃതി ഭംഗി കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ലക്ഷദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ മനോഹരമായ കടൽ തീരങ്ങളും പവിഴപ്പുറ്റുകളും മാത്രമല്ല നമ്മുടെ ഓർമ്മയിൽ വരിക. അവിടെയുള്ള കർശനമായ മദ്യനിരോധനം കൂടി വരും. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും വലിയ വാർത്ത എന്താണ് എന്ന് വെച്ചാൽ, ലക്ഷദ്വീപിൽ നീണ്ട 47 വർഷമായിട്ട് നിലനിന്നിരുന്ന ആ ഒരു മദ്യനിരോധനം കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് പിൻവലിച്ചിരിക്കുകയാണ്. അതെ, 1979 മുതൽ ലക്ഷദ്വീപിനെ ഒരു ഡ്രൈ സ്റ്റേറ്റ് ആയി നിലനിർത്തിയിരുന്ന നിയമം റദ്ദാക്കിക്കൊണ്ട് പുതിയ ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 കേന്ദ്രം പാസാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ ലക്ഷദ്വീപിൽ ലൈസൻസ് ഉള്ള ഔട്ട്ലെറ്റുകൾ വഴി യഥേഷ്ടം മദ്യം വാങ്ങാം, വിൽക്കാം. ടൂറിസം വളർത്താൻ കേന്ദ്ര സർക്കാർ എടുത്ത ഈ ഒരു ഡിസിഷൻ ഇപ്പോൾ വലിയൊരു വിവാദത്തിനാണ് വഴിതെളിച്ചിരിക്കുന്നത്. 96% മുസ്ലിം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിൽ ഈ നിയമം എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഗവൺമെന്റിന്റെ യഥാർത്ഥ പ്ലാൻ എന്താണ്? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ലക്ഷദ്വീപിലെ മദ്യനിരോധനത്തിന്റെ ചരിത്രം ഒന്ന് നോക്കാം. 1979 ലക്ഷദ്വീപിൽ മദ്യനിരോധന നിയമം കൊണ്ടുവരുന്നത്. അവിടുത്തെ പ്രാദേശിക സംസ്കാരവും മതപരമായ വിശ്വാസങ്ങളും യുവാക്കൾ മദ്യത്തിന് അടിമപ്പെടാതിരിക്കാനും വേണ്ടിയായിരുന്നു ഇത്. ജനവാസമില്ലാത്ത ബംഗാരം ദ്വീപിലെ റിസോർട്ടുകളിൽ മാത്രമായിരുന്നു ഇതിനൊരു മാറ്റം ഉണ്ടായിരുന്നത്. ബാക്കി ഒരു ദ്വീപിലും മദ്യം കിട്ടില്ലായിരുന്നു. എന്നാൽ 2020 പ്രഫുൽ ഖോദ പട്ടേൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചാർജ് എടുത്തതോടെയാണ് ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നീക്കങ്ങൾ തുടങ്ങിയത്. 2021 ചില ദ്വീപുകളിൽ മദ്യം അനുവദിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രാദേശികമായി വലിയ പ്രതിഷേധം ഉയർന്നു. പക്ഷേ ഒടുവിൽ 2026 ജൂൺ ആദ്യ വാരത്തിൽ വന്ന ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി പഴയ നിയമം പൂർണ്ണമായിട്ട് റദ്ദാക്കപ്പെടുകയായിരുന്നു. എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: ടൂറിസം ബൂം. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് ശേഷം അങ്ങോട്ടേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് 47% വർദ്ധിച്ചത്. ലക്ഷദ്വീപിനെ മാലദ്വീപിന് പകരമുള്ള ഒരു ആഗോള ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാനാണ് കേന്ദ്രത്തിന്റെ പ്ലാൻ. മാൽഡീവ്സിൽ പോകുന്ന വിദേശ ടൂറിസ്റ്റുകൾക്ക് അവിടെ മദ്യം സുലഭമായി ലഭിക്കാറുണ്ട്. ലക്ഷദ്വീപിൽ വൻകിട റിസോർട്ടുകളും ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറുകളും വരുമ്പോൾ മദ്യം ലഭ്യമല്ലെങ്കിൽ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾ വരാൻ മടിക്കുമെന്ന് ഗവൺമെന്റ് കരുതുന്നു. അതുകൊണ്ടാണ് ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ബൂസ്റ്റ് നൽകാൻ വേണ്ടി ഈ ഒരു കടുത്ത തീരുമാനം കേന്ദ്രം എടുത്തത്. പക്ഷെ ഒരു കാര്യമുണ്ട്: മദ്യനിരോധനം നീക്കി എന്ന് കരുതി ആർക്കും എവിടെയും കയറി മദ്യപിക്കാൻ പറ്റില്ല. ഇതിനായിട്ട് കടുത്ത നിയന്ത്രണങ്ങളും ഭീമമായ നികുതിയുമാണ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഇതിന്മേൽ ചുമത്തിയിരിക്കുന്ന എക്സൈസ് ഡ്യൂട്ടി എത്രയാണ് എന്നറിയാമോ? 400%. ബിയറിന് മേലുള്ളത് 200% നികുതിയാണ്. അതുപോലെ വൈനിനുള്ളത് 80% നികുതിയാണ്. അതായത് സാധാരണക്കാരന് വാങ്ങി കുടിക്കാൻ പറ്റാത്ത അത്രയും വലിയ വിലയായിരിക്കും ലക്ഷദ്വീപിൽ മദ്യത്തിന് ഉണ്ടാകുക. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഇപ്പോഴും മദ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാനും ആവശ്യമെങ്കിൽ ചില ദ്വീപുകളിൽ വീണ്ടും നിരോധനം ഏർപ്പെടുത്താനും പൂർണ്ണ അധികാരമുണ്ട്. ഇതുകൂടാതെ 21 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല എന്നും കർശന വ്യവസ്ഥയുണ്ട്. അതായത് സാധാരണക്കാരന് വാങ്ങി കുടിക്കാൻ പറ്റാത്ത അത്രയും വലിയ വിലയായിരിക്കും ലക്ഷദ്വീപിൽ മദ്യത്തിന് ഉണ്ടാകുക. വില കൂടുന്നതും കുറയുന്നതും അവിടെ നിൽക്കട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന വസ്തുത നമ്മൾ മറക്കരുത്. നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തെയും തകർക്കുന്ന ഒന്നാണിത്. ഗവൺമെന്റ് ടാക്സ് കൂട്ടുന്നത് ഒരുപക്ഷെ ആളുകൾ മദ്യപിക്കുന്നത് കുറയ്ക്കട്ടെ എന്ന് കരുതി കൂടിയാകാം. ഇനി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലക്ഷദ്വീപിൽ ഈ ഒരു നിയമത്തിന് കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ലക്ഷദ്വീപ് MP ആയ മുഹമ്മദ് ഹംദുല്ല സയ്യിദ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രാദേശിക ജനങ്ങളോടോ പഞ്ചായത്തുകളോടോ യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് കേന്ദ്രം ഈ നിയമം അടിച്ചേൽപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷവും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ നീക്കം ഇത്രയധികം വിവാദമാകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലക്ഷദ്വീപിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 96% മുസ്ലിം ജനവിഭാഗമാണ്. മദ്യപാനം പൂർണ്ണമായി വിലക്കുന്ന ഇസ്ലാമിക തത്വങ്ങളെയും അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തെയും മാനിച്ചുകൊണ്ടാണ് 1979 ഗവൺമെന്റ് അവിടെ മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ മദ്യവിൽപ്പന അനുവദിക്കുന്നത് തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള ജീവിത രീതിയെയും സമാധാനപരമായ അന്തരീക്ഷത്തെയും പൂർണ്ണമായി തകർക്കുമെന്നാണ് ദ്വീപിലെ പ്രാദേശിക സംഘടനകൾ വാദിക്കുന്നത്. കൗതുകകരമായ മറ്റൊരു കാര്യം ഇതാണ്: ലക്ഷദ്വീപിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ഇതേപോലെ മദ്യനയം ഉദാരമാക്കിയതിനെതിരെ അവിടെയുള്ള ബുദ്ധമത സംഘടനകളും കടുത്ത പ്രതിഷേധത്തിലാണ്. തിരിച്ച് ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ലക്ഷദ്വീപിനെ മറ്റൊരു ഗോവയോ ഡൽഹിയോ ആക്കണ്ട എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ലക്ഷദ്വീപിനെ സാമ്പത്തികമായി വളർത്താനും അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ ഒന്നാമതെത്തിക്കാനും കേന്ദ്ര സർക്കാർ എടുത്ത ഈ ഒരു തീരുമാനം ഒരു വശത്ത് വലിയൊരു സാമ്പത്തിക സാധ്യതയാണ് തുറന്നു നൽകുന്നത്. എന്നാൽ മറുവശത്ത് അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെയും താല്പര്യങ്ങളെയും മാനിക്കാതെയാണോ ഈ ഒരു വികസനം എന്ന ചോദ്യവും പ്രസക്തമാണ്. ടൂറിസവും പ്രാദേശിക താല്പര്യങ്ങളും തമ്മിലുള്ള ഈ ഒരു പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. എങ്കിലും വാർത്തകൾ എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം എപ്പോഴും ഓർക്കുക: മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ജീവിതം തകർക്കും. അതുകൊണ്ട് ഇത്തരം ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കുന്നത് തന്നെയാണ് ഉചിതം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.